ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു സൺഡേ വ്ളോഗാണ്. ഒരു ചെറിയൊരു വലിയൊരു വ്ളോഗ് തന്നെയാന്ന് പറയാം. കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ പറയാന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ബഷീർ ഡേൻ്റെ അന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഞാൻ കുറേ മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടിമുട്ടയാണ്. ഇതിന്റെ വീഡിയോ എല്ലാം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. കണ്ണൂർ പിയാപ്പിള സ്പെഷ്യൽ പറഞ്ഞിട്ട് ഇതിപ്പോ രാവിലെ 6 മണിക്കാണ് മദ്രസയിലേക്കാണ്. മദ്രസയിലെ ഉസ്താദിന് എല്ലാവർക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഒരു 9-10 ഉസ്താദുമാരുണ്ടാവും. അപ്പൊ അതിന് കണക്കാക്കിയിട്ട് ഞാൻ 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ സ്കൂൾ സെൻഡ് ഓഫിനും മദ്രസയിലും UAE കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊടുത്ത ഐറ്റംസ് എല്ലാം ചായ ഉണ്ടല്ലോ അത് സ്ഥിരമായിട്ട് വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പൊ നമ്മൾ സ്നാക്സ് മാത്രം കൊടുത്താൽ മതി കേട്ടാ. അപ്പം ഈ ഒരു ഇടിമുട്ടയും ഈ ഒരു ബ്രെഡും അടിപൊളിയാണ്. കണ്ണൂർ പിയാപ്പിള സ്പെഷ്യൽ പറഞ്ഞിട്ട് രാവിലെ പിയാപ്പിളർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അമ്മായിമാർ. നല്ല മഴയാണ് കേട്ടോ. അപ്പം രാവിലെ ഞാൻ മദ്രസയിൽ കൊണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ കൂട്ടാൻ വേണ്ടി പോകണം. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളെല്ലാം പോയതും മദ്രസയിൽ പോയതെല്ലാം ഓർമ്മ വരുന്നത്. ആ കാണുന്നത് UP സ്കൂളാണ്. ഇപ്പുറത്തുള്ളത് മദ്രസയും നഴ്സറിയും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പുറത്താണ് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളും മദ്രസയും എല്ലാം പോയിട്ടുള്ളത്. ഇപ്പുറത്ത് പിന്നീട് വന്നതാണ്. ഇപ്പൊ കാണുന്ന ഈ ഒരു മദ്രസയുള്ള സ്ഥലത്ത് തെങ്ങും അതുപോലെ ചെറുതായിട്ട് ആമ്പലെല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാന്. ഇപ്പൊ ആമ്പൽപ്പൂവൊന്നും കാണാനേ ഇല്ല. ആമ്പൽപ്പൂ കഴിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം അത് പറിച്ചിട്ട് മാലയാക്കി കോർക്കും കേട്ടാ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതൊന്നും അറിയില്ല. പുസ്തകത്തിലുള്ളത് മാത്രം താമര അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയന്മാരുണ്ട് കേട്ടോ. 2 അനിയന്മാർ എനിക്ക് കൊട തന്നിട്ടുണ്ട്. ഒരാള് കൊട എനിക്ക് തന്നിട്ട് മറ്റേ ആൾ കൂടെ പോയിട്ടുണ്ട്. തിരിച്ചിട്ട് മക്കളെയും കൂട്ടിയിട്ട് പീടിയാന്ന് പറയും. നമ്മൾ ഇങ്ങനത്തെ പീടിയാന്നാ പറയുക. ചെറുതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലാണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടുന്നാണ് വാങ്ങിക്കല്. വീട് കണ്ടു കഴിഞ്ഞാൽ ഓലിക്ക് എന്തെങ്കിലും വേണം കേട്ടോ. അപ്പം ബിസ്ക്കറ്റ് വേണം എന്നിട്ട് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങാൻ കയറിയിട്ടുണ്ട്. പിന്നെ മുട്ടയും വാങ്ങിയിട്ടുണ്ട്. അന്നേരമാണ് എന്തെങ്കിലും ഓർമ്മ വരിക. ചിലപ്പം പഴം പാല് അങ്ങനെയെല്ലാം വാങ്ങിക്കും. ടൗണ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വീടുകൾക്കിടയിൽ ഇതുപോലെ പീടിയാന്ന് പറയും നമ്മൾ കടകൾ ഉണ്ടാവും. അപ്പം നല്ല സുഖമായിരിക്കും. അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. കുറേ സാധനങ്ങൾ വേണമെങ്കിൽ ടൗണിൽ പോവുകയും ചെയ്യും. പിന്നെ അങ്ങനെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബാക്കിൽ നിന്ന് മോളെ കൊട ഹൈറ്റ് പിടിച്ചിട്ടൊന്നും ആകുന്നില്ല കേട്ടോ. പിന്നെ എനിക്കും റിസ്ക്കാണ് ഓടിക്കാന്. അതുകൊണ്ട് തന്നെ കൊട അങ്ങനെ മടക്കി വെച്ചിട്ടേനുള്ളത്. ഞാൻ അവർ വരുന്ന സമയത്ത് പരുത്തിപ്പത്തിലും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടേനും. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഈസി പത്തിലാണ് ആമീസ് പൊടിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ റേഷൻ അരി പൊടിച്ചിട്ട് അതുകൊണ്ടും പത്തിലിടും കേട്ടോ. കുറച്ച് പച്ചരി മിക്സ് ആക്കിയിട്ട് ഈ മുട്ടക്കറിയും ഈസിയാണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. ഓട്ടയുള്ള ദോശ മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ മുന്നേ ഷോർട്സ് ചെയ്തിട്ടുണ്ടേനും. ഞാനില്ലേ ഒന്നും ഇല്ലെങ്കിൽ മുട്ട കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കറി വെക്കും. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയുണ്ട് കുക്കറിൽ, അതും ഞാൻ ചെയ്യലുണ്ട്. ഈ ഒരു കറീൻ്റെ റെസിപ്പി വേണ്ടോലെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഡീറ്റെയിൽ ആയിട്ട് അതിടണം. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാണ്ടായത്. ഇപ്പം കാണുന്ന ഈ ചോറ് പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. പള്ളിയിൽ ഉറൂസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മഹലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചേ ചോറുണ്ടാവുള്ളൂ. വെള്ളക്കാടിന് കുറേ ചോറുണ്ടാവും. അത് മഹലിലുള്ള ആൾക്കാണ്. പിന്നെ നീലക്കാട് അങ്ങനെയെല്ലാം കേട്ടോ. എനിക്ക് നീലക്കാടാണ്. പക്ഷേ എൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയെല്ലാം മഹലിൽപ്പെട്ടതാണ്. ഞാൻ മാത്രമേ മഹലിൽ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ചോറ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചോറ് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉപ്പയാണ് പോയിട്ട് ചോറ് രാവിലെ തന്നെ പോയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും ഇടവലത്തുള്ള അപ്പുറത്തെ വീട്ടിലുള്ളവരതെല്ലാം ഉപ്പയാണ് പോയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചോറാണിത്. അപ്പം മാപ്പിളുടെ ഉമ്മ പറഞ്ഞ് എനിക്ക് കുറച്ച് ചോറ് വേണ്ടും, നിങ്ങൾ കൂടുതൽ എടുത്തോന്ന്. ഉമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോറ് കുറേ കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കും രാത്രിയെല്ലാം കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട്. നെയ്ച്ചോറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്കറി മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ ഇറച്ചിക്കറി വേഗത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ ഉള്ളിയൊന്നും വാട്ടാണ്ടാണ് ഞാൻ തട്ടിക്കൂട്ടി ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കല്. പക്ഷേ അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ എല്ലാ റെസിപ്പി ഇതിൽ മുന്നേ ഞാൻ വ്ളോഗിലെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടോല് ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് കമൻറ്റിലിടാം. ഇപ്പം ഞാൻ കുപ്പിയിലാക്കുന്നത് അച്ചപ്പാണ്. അച്ചപ്പ ചെറിയ അച്ചപ്പാണിത്. സാധാരണ വലുതാണ് കാണല്. ഈ അച്ചപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവൂലേ? ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ മിച്ചറും വേറെ ഒന്നും അങ്ങനെ വാങ്ങലില്ല. ബിസ്ക്കറ്റ് കുറവാണ്. പക്ഷേ മക്കൾക്കെല്ലാം ബിസ്ക്കറ്റാണ് ചായയിൽ മുക്കി കഴിക്കാനെല്ലാം ഇഷ്ടം. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കലില്ല. അധികവും ഫ്രൂട്ട് പിന്നെ ബ്രെഡ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പാത്തുമ്മാനെ കാണുന്നില്ല നിങ്ങൾ. ഇത്
ബഷീർ ഡേനെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബഷീർ ഡേന്റെ ഏതെങ്കിലും കഥാപാത്രം വെച്ചിട്ട് ഒരു റീലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവും പോലെ ഞാൻ സെറ്റാക്കിയിട്ട് ഓലെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പയിച്ചിട്ട് കണ്ണ് കാണുന്നില്ല എന്ന് പറയില്ല, അതുപോലെ ഉച്ചക്കത്തെ ഫുഡിന് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൂടാലേനും നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുള്ളത് അന്നേരം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 ഉള്ളപ്പം വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അധിക വീട്ടിലും ഇന്ന് രാവിലെ എല്ലാവരും നെയ്ച്ചോറായിരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ മഹലിലും ഈ ഭാഗത്തുള്ളവരും എല്ലാം ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ചോറ് കഴിച്ചിട്ടുണ്ടാവും. അല്ലാത്തവര് പറയട്ടാ എന്നെപ്പോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ചൂടാല നല്ല നെയ്ച്ചോറ് കാണുമ്പം ആരായാലും കഴിച്ചു പോവും. 10 അതുപോലെ വേറൊന്നും ചുട്ടിട്ടുണ്ടാവില്ല. ഈ ചോറ് കൊടുക്കൽ എന്ന് വെച്ചാൽ എത്ര വീട്ടിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കണം, 1 ലക്ഷത്തിൻ്റെ അടുത്ത് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടേനും കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചോറ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഈ ഒരു ചോറ് കിട്ടലെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. വയറങ്ങ് നിറഞ്ഞതിൻ്റെ ഒക്കെ പിന്നെ എല്ലാവരും അങ്ങ് ഉഷാറായി കേട്ടാ. പിന്നെ കളിക്കാൻ പുറത്തെല്ലാം പോയി. സൺഡേ ഈസ് ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് സൺഡേ പിന്നെ പഠിക്കൊന്നും ചെയ്യേണ്ട, ഫുൾ കളി തന്നെയാണ്. പിന്നെ അനിയത്തിൻ്റെ മോള് ഈ പാത്തുമ്മാൻ്റെ വേഷം ഇട്ടിട്ട് ഞാൻ റീലെല്ലാം ചെയ്താണ്ടിട്ട് പിന്നെ ഓൾക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ മോനും ഉണ്ട്. അപ്പോൾ ഓരെല്ലാം കൂടിയിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ റീൽ എടുക്കുന്നുണ്ട് കേട്ടാ. ഓളയും കൂടിയും ഇതുപോലെ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ച് ചെയ്യിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഒരു പണി കൊടുത്തിട്ടുണ്ട്. എന്താ ഇപ്പം കഥ നിങ്ങൾ കാണുന്നില്ലേ? ഇത് കിഡ്സ് റൂമാണ്, അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. മൊത്തത്തിൽ വാരി വലിച്ചിട്ടുണ്ട്. ഈ ഒരു തട്ട് മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സാധനം വെക്കാനുണ്ടോ എന്നുള്ളത് സംശയമാണ്. കണ്ണ് കിട്ടുന്ന സാധനങ്ങളെല്ലാം ആടെ കൊണ്ടുപോയി വെക്കലാണ്. പിന്നെ ടേബിൾ ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യില്ല, ആടെയും സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു ടേബിളോ ഒരു കസേരയോ അങ്ങനെയെല്ലാം കിട്ടിക്കണമെങ്കിൽ ആടെയും നിറയ്ക്കും. ഇത് ഇവരെ പാൻറ്റീസും ബനിയനെല്ലാം വെക്കുന്ന ഷെൽഫാണ് കേട്ടാ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈനെല്ലാം പർച്ചേസ് ചെയ്യുന്നവരോടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അന്ന് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്പാണ് കേട്ടാ. 2 മേശയിലും ഞാൻ അപ്പുറവും ഇപ്പുറവും ആക്കിയിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. 8 അല്ല കേട്ടാ, 10 എണ്ണം കിട്ടിയിട്ടുണ്ടേനും. അപ്പം ഞാൻ പാൻറ്റീസും അതുപോലെ ബനിയനും ടവൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ചുരുട്ടി വെക്കും കേട്ടാ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ സെറ്റാക്കിയിട്ട് പിന്നീട് ഇടാം. അടിപൊളി സാധനമാണ്. അന്ന് നല്ല പ്രൈസ് കുറവുണ്ടേനും ഓഫറുള്ള സമയത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ അധികവും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഇവിടുന്ന് സാധനം മേടിക്കൽ. എല്ലോ ഒന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസില്ലേ അങ്ങനെ ഞാൻ വാങ്ങിക്കും. ഇനി ഇതിൻ്റെ ആദ്യപടി നമുക്ക് തട്ടുമ്പോൾ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നുണ്ട്. കൂടുതലായിട്ട് സാധനങ്ങളുള്ളത് മരുന്നുകളാണ്. മരുന്നൊന്നും ഇതുവരെ ഒന്നും മാറ്റിയിട്ടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ വെക്കും. പെട്ടെന്ന് തന്നെ മക്കൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പാരാസെറ്റമോൾ ഉണ്ടാവും, പിന്നെ ചുമേൻ്റെ മരുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് എപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടിയിട്ട് വെക്കലുണ്ട്. അതെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി വെച്ചിട്ട് കാര്യമില്ല. UAE സമയത്ത് മരുന്നെല്ലാം വെക്കാൻ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാത്ത പൊട്ടിക്കാത്തലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിലിടാം, ഒന്നും വേസ്റ്റായി പോകുന്നില്ല. പിന്നെ ഈ ഒരു കോയിൻ ബോക്സും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. 2 മക്കൾക്ക് ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. ഇതും ഒരു 4 കൊല്ലമായിട്ടുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ? എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പിന്നെ കുറേ അലർച്ചില്ലർ സാധനങ്ങളുണ്ട്. ഇവരെ 2ാം ക്ലാസ്സിലെ ചെറിയ ഖുർആനുണ്ട്. അതെല്ലാം തട്ടിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുക. ഖുർആൻ്റെ സ്റ്റാൻഡ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ, അവിടെയും ഉണ്ട് ഖുർആൻ. പിന്നെ ഇങ്ങനെ തപ്പുമ്പം കൈമേൽ തടഞ്ഞിട്ടുണ്ട്. അത് ഐഫോണാണ്. അപ്പോൾ ഐഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാത്ത പീസാണ് ഇത്. മുന്നേ ഞാൻ ഉപയോഗിച്ച ബോക്സാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കളയലില്ല, ഇതെല്ലാം ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി വെക്കലാണ്. പിന്നെ റേഡിയോ ഉണ്ട്. ഇതെൻ്റെ ഉപ്പാപ്പൻ്റെതാണ്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെതാണ്. ഇപ്പം ജീവിച്ചിരിപ്പില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴാണ് ഓരെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ഇത് രാവിലെ ഓണാക്കി വെക്കും കേട്ടോ ഉപ്പാപ്പ. എന്നിട്ട് പണ്ടുള്ള റേഡിയോയിൽ സംസാരിക്കുന്നില്ലേ, അത് ഭയങ്കര ഇപ്പോൾ എനിക്ക് ഓർമ്മ തന്നെയാണ്. രാവിലെ ഉപ്പാപ്പക്ക് അത് ഭാഷ പോലും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ തെലുങ്കായിരിക്കും. ഇപ്പോൾ ആ ഒരു ഇത് നമ്മളെ മൈൻഡിൽ നിന്ന് മാറുന്നില്ല. ഉപ്പാപ്പക്ക് ടൗണിൽ പീടിക കച്ചവടം. അപ്പോൾ രാവിലെ പോകും. പിന്നെ ഉപ്പാപ്പ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരും. അന്നേരം മാങ്ങ കൊണ്ടുവരും. മാങ്ങ നിർബന്ധമാണ് മാങ്ങ സീസണിൽ. വീട്ടിലുണ്ടെങ്കിലും ഉപ്പാപ്പ മാങ്ങിയിട്ട് കൊണ്ടുവരും കേട്ടോ. പിന്നെ രാത്രി വരുമ്പോൾ എല്ലാം എന്തെങ്കിലും തിന്നേം കൊണ്ടുവരും. ചിലപ്പോൾ എല്ലാം നമുക്ക് പുതിയുടെ ഷവർമയും അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊണ്ട് തരും കേട്ടോ. നല്ലൊരു എന്താ പറയുക, ആ ഒരു ഓർമ്മയാണ്, കുട്ടിക്കാല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നനഞ്ഞിട്ട് തുണി കൊണ്ട് തുടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ഒരു ബോക്സ് ഉണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതും ഞാൻ 6 കൊല്ലമായി. ഇപ്പം ഇത് മക്കൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ എല്ലാവർക്കും ഇത് വെക്കാൻ പറ്റില്ല. അതിനുള്ള താക്കത്ത് ഈ ഒരു ബോക്സിന് ഇല്ല. അപ്പോൾ ചെറിയ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം 2 ആൾ കൊടുക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തട്ട് ഒഴിച്ചിട്ടുണ്ട്. ആ തട്ട് ഞാൻ പറഞ്ഞു 2 ആൾക്ക് തട്ട് തരാം, അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് വെച്ചോ. ഒന്ന് പിങ്ക് മോക്കും മറ്റേത് ബ്ലൂ മോനിക്കും, അത് വെച്ചോളാൻ പറഞ്ഞപ്പം ഓക്കെ ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് ഫുൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി അത്യാവശ്യം ബുക്ക് മാത്രമേ അതിൽ വെക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണെന്നറിയാം.
ഇനി ഈ ഒരു ഇതിൽ അവരെ ബുക്കും പിന്നെ മദ്രസയിലെ മക്കനെല്ലാം അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇതും നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു ടൈമിന് വീടൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യാനും പിന്നെ മോളെ ഫാൻസിയും അങ്ങനത്തെ കാര്യങ്ങളും ബുക്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിലൊന്ന് പുറത്തെടുത്ത് ക്ലീൻ ആക്കി തുടച്ച് വെക്കണം. പൊടിയെല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു തട്ടും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് വൃത്തിയാക്കണം. അപ്പം ബെഡ്ഷീറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് 2 ബെഡാണ് കേട്ടോ. അപ്പം 2 സെപ്പറേറ്റ് ആണ് ഉള്ളത്. നടുവിൽ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടേനും. ഇപ്പം ഇത് ഒന്നിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പം 2 ആക്കിയിട്ടും ആക്കാം. നമ്മൾ പോലെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരുപോലെ ബെഡ് ആക്കിയിട്ട് കിടക്കാന്ന് വെച്ചാൽ കിഡ്സ് റൂം ആണെങ്കിലും ഇവരൊന്നും വലിയ കിടക്കലൊന്നും ഇല്ല. അപ്പം ആമിന് മാത്രമേ കിടക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ കിഡ്സ് റൂമിന് കണക്കാക്കിയിട്ട് ബെഡ്ഷീറ്റെല്ലാം ഈ വീട്ടിൽ കൂടെ എല്ലാം സമയത്ത് റോളേന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുന്നതെല്ലാം ഇതിൽ മുന്നേ ഞാൻ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടേനും റോളേന്നാണ് മേടിച്ചത്. പാകിസ്ഥാനി ഷോപ്പാണ് കേട്ടോ. കുറേ പർദ്ദകൾക്ക് നടുവിൽ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. പർദ്ദ വാങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വാങ്ങിക്കാനും പറ്റും. പിന്നെ ഓരോ ബെഡിനനുസരിച്ചിട്ട് അത് മുറിച്ചാന്നിട്ട് അടിച്ചേരും തരും കേട്ടോ. തലക്കാണി കവറടക്കം അടിച്ചാന്നിട്ടുണ്ടേനും 5 ദിറംസാന്ന് തോന്നി എക്സ്ട്രാ കൊടുത്താൽ മതി. പിന്നെ ഓരോ തരത്തിൽ 3D ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടേനും. ഇപ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് 3D ബെഡ്ഷീറ്റ് മറ്റ് വാങ്ങിയിട്ടുണ്ടേനും. 40 ദിറംസ് 25 ദിറംസ് അങ്ങനെ എല്ലാം റേറ്റ് ഉള്ളത്, അധികമൊന്നും ഇല്ല. ഇപ്രാവശ്യം അവർ അടിച്ചിട്ട് വെച്ചതേനും ഫുള്ള്. അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടിങ്ങ് പോന്നു. പൈസ എക്സ്ട്രാ കൊടുത്തിനോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനത്തെ പണികളെല്ലാം ഞാൻ മക്കളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കല്. അതുകൊണ്ട് തന്നെ ഓരിക്കെന്നെ തോന്നും കേട്ടാ ഇതുപോലെ വൃത്തിയേടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് അത്ര ചെയ്യൂല. പിന്നെ ഇതെല്ലാം ആലുമെന്നെല്ലാം എടുത്ത ഡ്രസ്സെല്ലാം കിടക്കയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മടക്കി വെച്ചതാണ് നിങ്ങൾ കണ്ടത് നേരത്തെ. പിന്നെ ഓരോ അളമാറയിലും ഞാൻ ഓരോരുത്തർക്ക് ഷെൽഫിൽ വെക്കേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ ഡെയിലി വെയർ പിന്നെ പുറത്തുനിന്ന് നോമ്പിടുന്ന ഡ്രസ്സ് ബാഗെല്ലാം ഉള്ളിൽ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് റൂം ക്ലീനിങ് എന്ന് പറയുന്നത്. ഫുൾ നേരത്തെ കണ്ടതും ഇപ്പം കണ്ടതും കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് കമൻറ്റെങ്കിലും ചെയ്യണേ. പിന്നെ ഇത് ഫുൾ മക്കൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എനിക്ക് നിലയിലൊന്ന് മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കലേ പണിയുള്ളൂ. ബാക്കിയെല്ലാം അവരെന്നെ ചെയ്തിട്ടുണ്ട്. ആഴ്ചക്ക് സൺഡേ ഒരു ക്ലീനിങ് ഡേ തന്നെയാണ് കേട്ടോ. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സൺഡേ ആണ് മെയിൻ ആയിട്ട് ഇറങ്ങല്. ഫുൾ ക്ലീനിങ് തന്നെയാണ്. എല്ലാം ഞാൻ ഇവരെയും കൂടി ഉൾപ്പെടുത്തും. ഞാൻ ഒറ്റക്കൊരിക്കലും ചെയ്യലില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോ ആയിട്ടും പുതിയ റെസിപ്പി ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, മസ്സലാമ.